ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മളിൽ ഒന്നും സ്ഥിരമല്ല എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കഥയായിട്ട് നമുക്ക് തുടങ്ങാം. കഥയല്ല, നടന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ചക്രവർത്തി, അക്ബർ ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ കൂടെ മന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഉപദേശകനായിട്ട് ബീർബൽ എന്നൊരാളുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഒരുപാട് രാജ്യകാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു ദിവസം അക്ബറും അക്ബറുടെ മന്ത്രിയും അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുന്ന ആളും ബീർബലുമായി ഒരിടത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പുറകിൽ ആർമിയുണ്ട്. എന്നിരുന്നാലും ഇവർ രണ്ടുപേരും കുതിരപ്പുറത്ത് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തൂണുകളും കല്ലുകളും നിറഞ്ഞൊരു സ്ഥലം വന്നു. അപ്പോൾ അക്ബർ ബീർബലിനോട് പറഞ്ഞു, ബീർബൽ, നിങ്ങളൊരു വാചകം എഴുതണം. ആ വാചകം വായിച്ചിട്ട് സന്തോഷിക്കുന്നവൻ ദുഃഖിക്കണം, ദുഃഖമുള്ളവൻ സന്തോഷിക്കണം. ഒറ്റ വാചകമായിരിക്കണം, ഒന്നോ രണ്ടോ വാചകം എഴുതിക്കോളും, പക്ഷെ ഒറ്റ സെന്റൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ബീർബൽ എന്ത് ചെയ്തു? വാചകങ്ങൾ അങ്ങോട്ട് എഴുതി. അത് അക്ബർ വായിച്ചു നോക്കിയപ്പോൾ അക്ബറിന് വളരെ തൃപ്തിയായി. ആ വാചകം എങ്ങനെയായിരുന്നു? അതായത് ഈ നിമിഷവും കടന്നു പോകും എന്നാണ്. അങ്ങനെയാണ്, ഈ നിമിഷങ്ങളും കടന്നു പോകും. നമ്മൾ ദുഃഖമായിരിക്കുന്ന സാഹചര്യവും കടന്നു പോകും, നമ്മൾ സന്തോഷമായിരിക്കുന്ന സാഹചര്യങ്ങളും കടന്നു പോകും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മൾ ഒന്നിനും ഇതെന്റെ സ്ഥിരമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ നമ്മളെ കാര്യങ്ങളിലോട്ട് സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ലത്. താങ്ക് യു വെരി മച്ച്.